കുടുംബ സദസ്സുകളിൽ നിങ്ങൾക്ക് പ്രിയങ്കരനായ ശ്രീ അനൂപാണ് നമ്മുടെ അടുത്ത അതിഥി. അനൂപിനെ ഞാൻ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കട്ടെ. എല്ലാവരും ചോദിച്ചു മകൻ വന്നില്ലേന്ന്. മദ്രാസിലെ മോൻ വന്നില്ല, കേരളത്തിലെ മോൻ വന്നു. ഇത്ര സീരിയലിൽ മകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് സുമാ ചേച്ചിയുടെ? എന്നും മകനാകുമ്പോൾ നമ്മൾ ആ എണ്ണം മറന്നു പോകും. 4 അതാ എനിക്ക് ഓർമ്മയുണ്ട്. സുമാ ചേച്ചി ആകെ ഓർമ്മ വെച്ചൊരു കാര്യം ഞാൻ ഇതാട്ടോ, എന്ത് ചോദിച്ചാലും മറന്നു പോകുന്നതാണ്. നമ്മുടെ പേര് മറക്കും, സ്ഥലം അഭിനയിച്ച സിനിമകൾ മറക്കും. ഞാൻ വളരെയധികം പേടിയോടുകൂടിയാണ് ആദ്യം അമ്മയെ കാണുന്നത്. അതായത് സ്വപ്നത്തിൻ്റെ ഷൂട്ട് മട്ടാഞ്ചേരിയിൽ. അപ്പം അമ്മ ഈ വിഗൊക്കെ വെച്ചിട്ട് അവിടെ ആംഗ്ലോ ഇന്ത്യൻ ഗെറ്റപ്പിലിരിപ്പുണ്ട്. അപ്പം സുകുമാരിയമ്മ എന്ന് പറയുമ്പോൾ ശരിക്കും നമുക്ക് ആ ഒരു മലയാള സിനിമയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിൻ്റേതായ എല്ലാ അമ്പരപ്പും പകപ്പും എല്ലാം ഉണ്ട്. ചെന്ന് തൊഴുതു, സംസാരിച്ചു. അപ്പം വലിയ മൈൻഡില്ല, ഞാൻ വിചാരിച്ച പോലെ തന്നെ ആയിരിക്കൂ എന്നൊക്കെ പറഞ്ഞു. ഞാനൊരു സൈഡിൽ ഇങ്ങനെ പാതി കസേരയിലിരിക്കുന്ന പരിപാടി അവിടെ ഇരുന്നു. അവിടെയാണ് വെച്ചാൽ ആദ്യം കാണുന്നത്. പിന്നെ 2-3 സീനുകൾ കഴിഞ്ഞപ്പോഴാണ് എന്തോ ഒരു അദൃശ്യമായ കെമിസ്ട്രി ഞങ്ങൾ തമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നുണ്ടെന്ന് തോന്നിയത്. ഒരു അമ്മയും മകനും സാമാന്യ ഒരു അഭിനയം എന്നതിന് അപ്പുറം അതൊരു ബിഹേവിയറൽ പാറ്റേൺ ആയിട്ട് മാറിയപ്പോൾ ഒരു സം കെമിസ്ട്രി വർക്കിംഗ്, ഒരു രസതന്ത്രം, എന്തോ ഒരു സ്നേഹത്തിൻ്റെയോ വാത്സല്യത്തിൻ്റെയോ ഒരു രസതന്ത്രം എവിടെയോ വർക്ക് ചെയ്യുന്നത് തോന്നിയിടത്താണ് ഇങ്ങനൊരു അമ്മാമകൻ ബന്ധം വന്നെന്ന് തോന്നുന്നു. സ്നേഹിക്കുന്നവരാരും ഇതുവരെ ഒരു എതിര് പറഞ്ഞിട്ടില്ല. പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, അത് അവർ അഭിനയിക്കുന്നതായിരിക്കും എന്നുവരെ പറഞ്ഞിട്ടുണ്ട്. കറക്റ്റ്, അഭിനയിക്കുക തന്നെ ആണെന്ന് വെച്ചോണം. പക്ഷെ ആ അഭിനയിക്കാനും പഠിക്കണം. എല്ലാവരുടെ അടുത്തും ഒരേമാതിരി ബിഹേവ് ചെയ്യാൻ അഭിനയിക്കാനും പഠിക്കണം. അത് മാത്രം ശ്രദ്ധിക്കട്ടെ, ഒരു കാര്യമുണ്ട്. ഇതിപ്പം നമ്മൾ ഒരാളെ കാണുമ്പോൾ അയാൾ മറ്റൊരാളെ കുറിച്ച് എന്ത് അഭിപ്രായം പറയുന്നു നമ്മൾ ചോദിക്കും. അമ്മ എപ്പോഴെങ്കിലും സിദ്ദിഖേട്ടനോട് ആരോടെങ്കിലും ഒരാളെ പറ്റി മോശമായിട്ട് പറയുന്നത് കേട്ടിട്ടില്ല? ഇല്ല, ഒരിക്കലും കേൾക്കാൻ പറ്റില്ല. അത് തന്നെയാണ് നമുക്കും ആ ഒരു ഇത് തോന്നുന്നത്. അമ്മയെ പറ്റിയുള്ള ഏറ്റവും സ്റ്റാർക്കായിട്ടുള്ള ഓർമ്മ, പത്മശ്രീ സുകുമാരി എന്ന ഈ അമ്മ ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ടിക്കറ്റ് എടുത്തു കൊടുത്തു. കാരണം പിറ്റേ ദിവസം മദ്രാസിലെത്തണം. അമ്മയുടെ ആ ഓട്ടങ്ങൾ അറിയാമല്ലോ, മദ്രാസ്, ട്രിവാൻഡ്രം, മധുരൈ. അങ്ങനെ ഈ 5 പ്ലാറ്റ്ഫോം നമ്പർ 5-ലാണ് ട്രെയിൻ. അതായിരിക്കും എന്നായാലും ഇത് കയറുക എന്നുള്ളത് ഈ ദുർവിധി കൂടെ ഉള്ളതാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ കെട്ടിയേറ്റി അവിടെ ചെന്നപ്പോൾ അകത്ത് കയറിയപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ ഇവനെ വിശ്വസിച്ചു. അമ്മ എല്ലാവരും വിശ്വസിക്കുന്ന, ആരെയും വിശ്വാസമില്ല. അപ്പോൾ ഈ ടിക്കറ്റ് വെയിറ്റിംഗ് ലിസ്റ്റ് 35ആണ്. വിശ്വസിക്കില്ല. പിറ്റേ ദിവസം നമ്മളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുമെന്നും കൂടെ ആലോചിക്കണം. പിറ്റേ ദിവസം മദ്രാസിൽ എത്തണം എന്നുള്ളത് കൊണ്ട് പത്മശ്രീ സുകുമാരി ബാത്റൂമിൻ്റെ സൈഡിൽ ഒരു ചെറിയ ഏതോ മറ്റൊരു കാരുണ്യത്തിൻ്റെ പുതപ്പുമായി കിടക്കുന്ന കാഴ്ച കാണേണ്ടി വന്നിട്ടുണ്ട്. ഇതാര് ചെയ്യും? അതുപോലെ മുമ്പ് ഞാനൊരു ദിവസം ടിക്കറ്റ് ഇല്ലാതെ മദ്രാസിൽ നിന്ന് പോരുമ്പോൾ നമുക്ക് ഒരിക്കലും ടിക്കറ്റ് ഉണ്ടാവില്ല. ഈ ഡയറക്ടർ സത്യനന്ദിക്കാട് പറയും, ഇനി എന്തെങ്കിലും ഒരു ഓക്കെ ടിക്കറ്റ് നമ്മുടെ കയ്യിൽ കിട്ടിയാൽ പോലും അത് ആ TTR വന്ന് വാങ്ങിയിട്ട് ശരിയെന്ന് പറഞ്ഞാൽ സീറ്റ് നമ്പർ എഴുതുന്നവരെ നമുക്കൊരു ടെൻഷനാണ്. ഒരിക്കലും നമ്മൾ ഓക്കെ ടിക്കറ്റ് കിട്ടിയിട്ടല്ല മദ്രാസിൽ നിന്ന് പോരുന്നത്. വിജയരാഘവൻ കുട്ടൻ ഇതുവരെ തന്നെ ഞങ്ങളെല്ലാവരും പോകണം, ടിക്കറ്റ് ഇല്ല, ഒന്നുമില്ല. ഞാൻ പറഞ്ഞു, കുട്ടാ നീ എന്നിട്ട് പേടിക്കുന്നു, ഇവിടെ കിടന്നോ, ഞാൻ അപ്പുറത്ത് കിടന്നോളാം. ഇല്ല 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 വേണ്ട. ഞാൻ പറഞ്ഞു നീ ഇവിടെ കിടക്കാന്ന് പറഞ്ഞ് എൻ്റെ സീറ്റ് കൊടുത്തു. ഞാൻ അപ്പുറത്ത് ചെന്നപ്പം വേറെ ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒരായ അവിടെ കിടക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ നിങ്ങൾ ശകലം നീങ്ങിക്കൊണ്ട, ഞാൻ കിടന്നോളാം എന്ന് പറഞ്ഞു. ഞാൻ അവിടെ കിടന്നു. അപ്പോൾ കുട്ടൻ വിചാരിച്ചു, അയ്യോ പാവം ആ ചേച്ചി എവിടെ പോയി വന്നു. നോക്കിയപ്പം താഴെ കിടക്കണ ഒരു സ്ത്രീ. ചേച്ചി ചേച്ചി വിളിച്ചു. അവർ ഉറങ്ങണു, ഞാൻ മോളിൽ കിടക്കണു. ഞാൻ കുട്ടാ ഞാൻ ഇവിടെ കിടക്കും. അയ്യോ കുട്ട ഇപ്പോഴും പറഞ്ഞു ചിരിക്കും, എങ്ങനെ ചേച്ചി ഇത്രയും സീറ്റ് കിട്ടി? ഒരിക്കലും മേഘത്തിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ വേറൊരു പയ്യൻ അമ്മയെ തള്ളുന്ന ഒരു രംഗമുണ്ട്. അപ്പം 10-10:30 പൊന്മുടിയാണ് ഷൂട്ടിങ്. അമ്മയെ തള്ളുന്ന രംഗം. അപ്പോൾ എനിക്കെന്തോ ഒരു ഇൻസ്റ്റിങ്ച്വലായിട്ട് തോന്നി ഇതെന്തോ ഒരു അപകടത്തിലേക്കാണ്. അതുകൊണ്ട് ഞാൻ ക്യാമറയുടെ ബാക്കിൽ വന്ന് നിന്നു. അമ്മയെ തള്ളി അമ്മ വീണു എന്ന് വെച്ചാൽ ഒരു സ്റ്റെപ്പിൻ്റെ മുകളിൽ നിന്നാണ് വീഴുന്നത്. അപ്പോൾ ഇതായിപ്പോൾ ഈ ചിരട്ട മാറിപ്പോകാന്നൊക്കെ പിടിച്ചിരുന്നില്ലെങ്കിൽ എൻ്റെ മുഖവും കാലും എല്ലാം കൂടെ അപ്പം തന്നെ പോയി. അതല്ല അതിൻ്റെ ഒരു രസമതല്ല. അപ്പോൾ ചിരട്ട മാറി. അപ്പോൾ നമ്മളിവിടെ ഒരു ചെറിയ അപകടം, ഞാനൊക്കെ ഒരു വയറുവേദന വന്നിട്ട് പാക്കപ്പ് സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ എൻ്റെ മനസ്സിൽ കൂടെ പോയി കേട്ടോ. ഒരു സീനും കൂടെ തീരാണ്ട് അമ്മ ഈ കാലും വെച്ച് നേരെ റൂമിൽ പോയിരുന്നു. ഉറങ്ങാൻ പറ്റിയില്ല, വേദന കൊണ്ട്. ഞാൻ രാവിലെ നോക്കുമ്പോഴുള്ള കാഴ്ച ഒരു കസേരയിൽ ഇങ്ങനെ ഏന്തി വലിഞ്ഞിരിക്കുകയാണ്. അവിടെ നിന്ന് ഇറങ്ങാൻ വയ്യ, അത്രയ്ക്ക് വേദന, ഇത്രയുണ്ട് കാല്. എന്നിട്ട് എന്നോട് പറഞ്ഞത്, ആ മറ്റേ സീനിൻ്റെ ബാക്കിയും കൂടെ ഉണ്ട്, അത് തീർത്തിട്ട് പോവാം എന്നാണ്.
അതാണ് നമ്മൾ ഇതിൻ്റെ ഈ സമാഗമത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുമായിരുന്നു, ഈ സിനിമയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാളാണ് അല്ലേ. നമ്മളൊക്കെ ജീവിക്കാൻ വേണ്ടി ഒരു മേഖല കണ്ടെടുത്തതാണ് സിനിമ, അതല്ലെങ്കിൽ കലാരംഗം എന്ന് പറഞ്ഞാൽ. ചേച്ചി അതല്ല, കലയ്ക്ക് വേണ്ടി അങ്ങ് ജീവിക്കുകയാണ് അല്ലേ. ഒരു 5000 നാടകം ഞാൻ അത് ചെയ്തോ? തുഗ്ലക്കിലെ ഒരു രംഗം ചെയ്തായിരുന്നു, ഒരു ഫോൺ സംഭാഷണം, ഒരു ടെലിഫോണിൽ സംസാരിക്കുകയാണ് വേറെ ഒരു സ്ത്രീ എടുത്ത്. അതായത് തുഗ്ലക്കിനെ കണ്ടുപിടിച്ചു, എൻ്റെ ഹസ്ബൻഡാണ് കണ്ടുപിടിച്ചത്. അതിനെപ്പറ്റി ഞാൻ ഓരോരുത്തരടുത്ത് പറയാണ്. ഹലോ, யாரே லக்ஷ்மியா? என்ன லக்ஷ்மி? ஆமாம் ஆமாம் ஆமாம், துக்ளக் எங்கள் இடத்துல தான் இருக்கார். ஆமாம், இங்கே தான் இருக்கார். அச்சோ, நீ இப்போ வராதே, இப்போது ப்ரெஸ் கான்ஃபரன்ஸ் நடக்க போகிறதே. ஆமாம், எங்கள் இடத்துல தான் நடக்க போகிறது. என்ன துக்ளக் எங்கள் இடத்துல தானே இருக்கார், நான் அப்புறமா பேசுகிறேன். ஹலோ, யாரு? மங்களமா? என்ன மங்களம்? ரேடியோ கிட்டியோ? ஆமாம் ஆமாம் ஆமாம், துக்ளக் எங்கள் இடத்துல தான் இருக்கார். ஆமாம், இங்கே தான் இருக்கார். அச்சோ, நீ இப்போ டெலிஃபோன் பண்ணாதே, நான் பிஸியாக இருக்கேன், நான் அப்புறமா பேசுகிறேன். திருச்சி ஒரு ஸ்ரீவகன். ஹலோ, யாரு? லக்ஷ்மியா? என்ன லக்ஷ்மி, பேப்பர் படிச்சியோ? இது പേപ്പർ പഠിക്കല ചപ്പാ ടെലിഫോൺ കീഴ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു സ്റ്റേജിൽ പോകും.